ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഭാരത് ഹോട്ടലാണ്. സമയം ഒരു 5 മണി 5:30 ആവുന്നു. 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഭട്ടൂര ചന്ന മസാല കഴിക്കാനാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു അടിപൊളിയാണ് ഭട്ടൂര എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഭട്ടൂര ഓർഡർ ചെയ്തു. വലിയൊരു ഭട്ടൂര നമ്മുടെ മുന്നിലേക്ക് വന്നു. ഒപ്പം തന്നെ ആ ഒരു മസാല, ആ കടലേക്ക് ഇട്ടുള്ള ചന്ന മസാലയും വന്നു. അപ്പോൾ നമ്മുടെ ഭട്ടൂര നമ്മൾ ചെറിയൊരു ഹോളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു മസാല അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മുടെ സാലഡായി ഇട്ടിരിക്കുന്ന ആ ഒരു നാരങ്ങയും സവാളയും എടുത്തിട്ട് ആ നാരങ്ങ ആ സവാളയ്ക്കും ഈ കറിയിലും ഈ ഭട്ടൂരയുടെ മുകളിൽ നന്നായി പിഴിഞ്ഞു വെച്ച് ആ ഒരു പുളിയും ഈ ഒരു മസാലയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ഒന്നും പറയാനില്ല, സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സൂപ്പറാണ്. അത്രയും ടേസ്റ്റാണുള്ളത്. ഒരു മസാല ദോശ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭട്ടൂര കൂടെ അവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ നമുക്ക് തോന്നും, കൊതി കൊണ്ട്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തൃശ്ശൂർ വന്നിട്ട് ഭാരതിൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണുള്ളത്. പിന്നെ നമ്മുടെ മസാല ദോശയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ മസാല ദോശ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലപോലെ നെയ്യൊക്കെ ഇട്ട് മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയായിരുന്നു. പക്ഷെ അതിൽ ആ ചട്നിയും സാമ്പാറും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് അത്ര തന്നെ ഉള്ളൂ. പക്ഷേ അടുത്ത വന്ന ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ചായ, അതെടുത്ത് പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഒരു ചായ കുടിച്ച ഒരു ഫീല് കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ ചായ, ഒരു പഴംപൊരിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴംപൊരി കഴിച്ച് കഴിയുന്നതിന് മുൻപേ നമ്മുടെ ചായ തീരും. ചായ പിന്നെ ഒന്ന് കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ഒരു ചായ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ചായ തന്നെയാണ്. അത്യാവശ്യം നമ്മൾ വീട്ടിലൊക്കെ കുടിക്കുന്ന അത്രയും വലുപ്പത്തിലുള്ളൊരു ഗ്ലാസ്സിലാണ്, കുഞ്ഞു ഗ്ലാസ്സിലൊന്നുമല്ല, നല്ല വലുപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ഒറ്റ ഗ്ലാസ് ചായ. ആ ചായയും ഒരു ഭട്ടൂരയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മൈൻഡ് വല്ലാത്തൊരു റിലാക്സേഷനിലേക്ക് എത്തും. അത്രയും ഇഷ്ടപ്പെട്ടു എനിക്ക് അവിടുത്തെ ഒരു ചായ എന്ന് പറയുന്നത്. ആ ഗ്ലാസിൻ്റെ വലിപ്പമാണ്, പിശുക്കില്ലാത്തൊരു ചായയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തൃശ്ശൂർ വന്നിട്ട് പത്തനംതിട്ട ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിടിലനാണ്, അല്ലെങ്കിൽ വലിയൊരു നഷ്ടബോധം നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം ദി വ്ലോഗ് തൃശ്ശൂർ.